ദിൽമുൻ ശുദ്ധവും കേടുകൂടാത്തതുമായ ഭൂമിയായിരുന്നു. അവിടെ രോഗങ്ങളോ മരണമോ വാർദ്ധക്യമോ ഒന്നും തന്നെയില്ല. ആകെയുള്ള പ്രശ്നം ശുദ്ധജലമില്ല. എൻഗി അബ്സുവിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഭൂമിയിൽ നിറച്ച് ദിൽമുനെ ജീവനുള്ളതാക്കി. ദിൽമുനിൽ താമസിച്ചിരുന്ന മാതൃദേവയായ നിൻഹുർസാഗ് വളരെ സന്തുഷ്ടയായി 8 ചെടികൾ സൃഷ്ടിച്ചു. എന്നാൽ എൻഗിക്ക് കൗതുകം കുറച്ച് കൂടുതലായിരുന്നു. അദ്ദേഹം അതെന്താണെന്ന് ചോദിക്കാതെ 8 ചെടികളും തിന്നാൻ തീരുമാനിച്ചു. ഇത് നിൻഹുർസാഗിനെ തികച്ചും രോഷാകുലയാക്കി. അദ്ദേഹം കഴിച്ച ഓരോ ചെടികൾക്കും ഓരോ മാരക രോഗങ്ങൾ വീതം കൊടുത്ത് അവർ എൻഗിയെ ശപിച്ച ശേഷം അപ്രത്യക്ഷയായി. ശാപം പ്രവർത്തിച്ചു. എൻഗി മരണക്കിടക്കയിലായി. അദ്ദേഹത്തിന്റെ ഓരോ അവയവങ്ങളും നശിക്കാൻ തുടങ്ങി. ദേവന്മാർ പരിഭ്രാന്തരായി. എൻഗി പ്രപഞ്ചത്തിന് അനിവാര്യമായിരുന്നു. അദ്ദേഹമില്ലാതെ ശുദ്ധജലം ഒഴുകുന്നത് നിലയ്ക്കും. മാന്ത്രിക വിദ്യ അവസാനിക്കും. നാഗരികത തകരും. ശാപം തീർക്കാൻ നിൻഹുർസാഗ് തന്നെ വേണം. ആർക്കും അവളെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഒരു കുറുക്കൻ അവളെ കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ വിജയിച്ചു. എൻഗിയെ മരണത്തിനടുത്ത് കണ്ട നിൻഹുർസാഗ് അദ്ദേഹത്തിനോട് കരുണ കാണിച്ചു. അവൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ചോദിച്ചു, എന്താണ് വേദനിക്കുന്നത്? എൻഗി പറഞ്ഞ ഓരോ ശരീരഭാഗത്തിനും ആ പ്രത്യേക രോഗം സുഖപ്പെടുത്താൻ നിൻഹുർസാഗ് ഒരു ദേവതയെ